സൗത്ത് ഇന്ത്യ സൂപ്പർ സ്റ്റാർ, ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാരയുടെ വീടിൻ്റെ മുന്നിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. ഡിഗ്രി പഠിച്ചതുപോലും ഇവിടെ തിരുവല്ല മർത്തോമ കോളേജിലാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ഹലോ നമസ്കാരം, ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്വന്തം ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാരയുടെ വീട്ടിലേക്കാണ് കേട്ടോ. നമ്മുടെ ഇവിടെ തിരുവല്ലയിലാണ്. ഇപ്പോൾ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, അപ്പോൾ അതൊന്ന് കാണാമെന്ന് കരുതി തിരുവല്ലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിതുവരെ പോയിട്ടില്ല കേട്ടോ. ഇപ്പം നമ്മൾ MC റോഡിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. തിരുവല്ലയിൽ ചെല്ലണം. തിരുവല്ലയിലെ പുഷ്പഗിരിക്ക് അടുത്താണെന്നാണ് കേട്ടിട്ടുള്ളത്. എന്തായാലും നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഇത് നമ്മൾ തുകലശ്ശേരിയിൽ നിന്ന് പുഷ്പഗിരിയിലേക്ക് പോകുന്ന റോഡാണ്. ഇവിടെ അടുത്തെന്തോ ആണ് നമ്മുടെ ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാരയുടെ വീട്. നമുക്കെന്തായാലും നോക്കാം. ഇത് നമ്മുടെ പുഷ്പഗിരിയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിയാണ്. ഈ വഴിയിൽ നിന്ന് ഇവിടെ അടുത്തൊരു ബേക്കറി ഉണ്ട്. ആ ബേക്കറി അവിടെ താഴേക്ക് കാണുന്ന വഴിയുണ്ട്. ആ വഴി നേരെ ചെല്ലുന്നതാണ് നമ്മുടെ ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാരയുടെ വീട് കേട്ടോ. നമുക്കെന്തായാലും അങ്ങോട്ടൊന്ന് പോയി നോക്കാവേ. ഈ വലത് സൈഡിൽ കാണുന്നതാണ് നയൻതാരയുടെ വീട്, കുര്യൻ കോടിയാട്ട്. ഇതാണ് നയൻതാരയുടെ വീട്. അങ്ങനെ നമ്മുടെ സൗത്ത് ഇന്ത്യ സൂപ്പർ സ്റ്റാർ, ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാരയുടെ വീടിൻ്റെ മുന്നിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. ഇതാണ് നയൻതാരയുടെ വീട്. ശരിക്കും നയൻതാര ജനിച്ചു വളർന്ന ഒരു വീടാണ്. ഈ ഒരു വീടിൻ്റെ പേര് തന്നെ എഴുതിയിരിക്കുന്നത് കുര്യൻ കോടിയാട്ട്. അച്ഛൻ്റെ പേരാണ് കുര്യൻ എന്നുള്ളത്. ശരിക്കും നയൻതാരയുടെ പേര് പോലും ഡയാന മറിയം കുര്യൻ എന്നാണ്. സിനിമയിലേക്ക് എത്തിയതിന് ശേഷമാണ് നയൻതാര എന്നുള്ളൊരു പേര് സ്വീകരിച്ചിട്ടുള്ളത് കേട്ടോ. എന്തായാലും ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു നയൻതാരയുടെ വീടൊന്ന് കാണണമെന്ന്. കാര്യം തിരുവല്ലക്കാരനായിട്ട് ഞാനിതുവരെ കണ്ടിട്ടില്ല, ഇപ്പോഴാണ് കാണുന്നത് കേട്ടോ. അപ്പം ശരിക്കും ഇതാണ് നയൻതാര ജനിച്ചു വളർന്ന തിരുവല്ലയിലെ വീട്. എനിക്ക് തോന്നുന്നു നയൻതാര ഡിഗ്രി പഠിച്ചതുപോലും ഇവിടെ തിരുവല്ല മർത്തോമ കോളേജിലാണ് കേട്ടോ. അപ്പോൾ ഇതൊരു കാണണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഈ ഞായറാഴ്ച രാവിലെ ബൈക്ക് എടുത്തുകൊണ്ട് ഇറങ്ങിയതാണ്. ഇത് ഈ പുഷ്പഗിരിയിൽ നിന്ന് വരുന്ന റോഡാണിത്. തൊട്ടടുത്ത് കുറേ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് അങ്ങോട്ടും കുറേ വീടുകളുണ്ട്. എൻ്റെ ബൈക്ക് എവിടെ ഇരിപ്പുണ്ട്. എന്തായാലും വീട് കണ്ടു. തിരിച്ച് ഞാൻ വീട്ടിലേക്ക് തന്നെ പോവുകയാണ് കേട്ടോ.